ഹലോ വ്യൂവേഴ്സ്, ദക്ഷ കളക്ഷൻസിൻ്റെ ഏവർക്കും തിരുവോണാശംസകൾ. അപ്പോൾ ഓണം പ്രമാണിച്ച് എന്തൊക്കെയാണ് പരിപാടികൾ, വീട്ടിലെ പ്ലാനിങ് എന്താണ്? എല്ലാവരും പൂക്കളായിട്ടോ? അപ്പം നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ, എനിക്ക് ഈ രണ്ട് നിറവും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഓണം ഔട്ട്ലുക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഓണത്തിന് നമുക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങി നമുക്ക് അടിപൊളിയായിട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് പോവാം എന്നുള്ള പല 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 ഐഡിയാസ്. ധാവണി, സെറ്റുമുണ്ട്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സെറ്റുമുണ്ടാണ്. അപ്പം നമുക്ക് അങ്ങനെ പല പല ഔട്ട്ഫിറ്റുകളുടെ ഐഡിയാസാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണത്തിന് അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇപ്പം ഞാൻ പഠിക്കുമ്പോഴും ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓണ സെലിബ്രേഷൻ, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെയുള്ള ഓണ സെലിബ്രേഷൻ പ്രോഗ്രാംസ്. അപ്പം ഞാനൊരു സിംഗറും കൂടിയാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഓണത്തിന് ഒരുപാട് ഗാനമേള പ്രോഗ്രാംസ് അതെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ് ഓണം. അപ്പം നിങ്ങളുടെ ഓണം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് ഓണം ഇഷ്ടപ്പെട്ടോ? ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളുടെ പ്ലാനിങ് എന്താണ്? അത് കൂടാണ്ട് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാണിക്കുന്നുണ്ട്, പല 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 ഐഡിയാസ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏതാ ചേരുന്നത്, എനിക്ക് ഏതാണ് ഭംഗിയുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. ഓണത്തിന് ഞാൻ വിചാരിച്ചു ശരിക്കും മഴയായിരിക്കും എന്ന് വിചാരിച്ചു. വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയും വെയിലും ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല വെയിലുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്. എനിക്ക് തോന്നുന്നു ഓണ വെയിൽ വന്ന് തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഔട്ട്ഫിറ്റിന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതൊരു ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചൊരു റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ബനിയനാണ്, നമുക്ക് കാണുമ്പോൾ ക്ലോത്ത് പോലെ തോന്നും, പക്ഷേ ഇതൊരു ബനിയൻ ടൈപ്പാണ്. ഇതിൻ്റെ കൈയൊക്കെ എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത്, മീഷോയിലാണ്. അപ്പം നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ്, നമുക്ക് മീഷോയിൽ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് അടിച്ചു കൊടുത്താൽ ബനിയൻ മോഡൽ കേട്ടോ, ക്ലോത്ത് മോഡലല്ല, ബനിയൻ ടൈപ്പ് നമുക്ക് അടിച്ചു കൊടുത്താൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 year ആയി. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് തപ്പി പിടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് മീഷോയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് കിട്ടും. ഇതിൻ്റെ മെറൂൺ ഉണ്ട്, ഞാനിപ്പോൾ നോക്കിയപ്പോഴും മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ക്രീം ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, അങ്ങനെ പല പല ഷെയ്ഡ് ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് അല്ലാണ്ട് നമ്മൾ ക്ലോത്ത് മോഡൽ ബ്ലൗസ് ഇടുന്നേക്കാളും നല്ല ഷേപ്പിൽ ഇത് കിടക്കും കേട്ടോ, നല്ല ഭംഗിയായിട്ട് കിടക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് പൂക്കളമൊക്കെ കിടക്കുന്നത് കേട്ടോ, പല കളർ പൂക്കൾ. അപ്പോൾ എനിക്ക് ഈ 2 കളേഴ്സ് ഇഷ്ടമായി. അപ്പോൾ നോക്കിയപ്പോൾ ഇതിന് മാച്ചിങ് വേണം. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഔട്ട്ലുക്കും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഞാൻ സ്റ്റൈലിങ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓണത്തിന് എങ്ങനെയൊക്കെ ഒരുങ്ങാം. ഇതിപ്പോൾ ഞാൻ ഒരുക്കിയിരിക്കുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ ഒരു ബണ്ണ് പോലെ കെട്ടിയിട്ട് ബാക്കിൽ ജാസ്മിൻ ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സൈഡ് തിരിയുമ്പോൾ കാണാം, ഫ്ലവർ കാണാം. അല്ലാണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം, എൻ്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് സെറ്റുമുണ്ടാണ്. പക്ഷേ സെറ്റുമുണ്ട് ഇത് ഞാൻ ഒരു ഈസി മെത്തേഡിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഈ താഴെ കാണുന്ന ഈ സ്കേർട്ടില്ലേ, ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അതായത് നമ്മൾ റെഡി ടു വെയർ സാരി പോലെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഫിഷ് കട്ട് പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഈ സ്കേർട്ട്. അതായത് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. സെറ്റുമുണ്ടായിട്ട് നമുക്കിത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ബ്ലൗസ് ഇട്ട് നമുക്ക് സ്കേർട്ട് ടോപ്പ് മോഡലിൽ നമുക്കിത് കൊടുക്കാം. അങ്ങനെ 2 രീതിയിൽ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ? ഹലോ, അപ്പോൾ ഇതാണ് ഓണത്തിൻ്റെ ഫസ്റ്റ് ലുക്ക്. നല്ല സെറ്റുമുണ്ട്. അപ്പോൾ ഞാനൊരു വെറൈറ്റി മോഡലാണ് ഈ സെറ്റുമുണ്ട് എടുത്തേക്കുന്നത്. സാധാരണ നമുക്ക് താഴെയും കൂടെ നമ്മളിങ്ങനെ മുണ്ട് പോലെ ഉടുക്കണമല്ലോ. അപ്പോൾ ഇതിങ്ങനെയെന്ന് വെച്ചാൽ റെഡിമെയ്ഡായിട്ട് ഞാൻ സ്കേർട്ട് പോലെ സ്റ്റിച്ച് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ലോങ് ബ്ലൗസിൻ്റെ കൂടെയും ഇടാൻ പറ്റും. ആ രീതിയിലാണ് ഞാനിത് പെയർ ചെയ്തേക്കുന്നത്. ഒരു ബനിയൻ ബ്ലൗസാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ ബ്ലൗസ്, ഈ മാല, ഇതെല്ലാം നമ്മുടെ മീഷോ മാമൻ തന്നതാണേ. മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഇതാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് തന്നെ ഒരു 6 month ആയി. ഈ മാല അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, കളറൊന്നും പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബ്ലൗസും ഈ മാലയും എല്ലാം ഓൺലൈനാണ്, ഷോപ്പിലൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് ഷോപ്പിൽ പോകാൻ പൊതുവേ മടിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്ത് ഓരോ പ്രോഗ്രാം, ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അങ്ങനെ വാങ്ങിക്കും.
അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ സെറ്റ് മുണ്ടിന് ഇത് കുറച്ചും കൂടെ ആപ്റ്റായി എന്ന് എനിക്ക് തോന്നുന്നു, ഈ നെക്ലേസ്. അപ്പം ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒപ്പീനിയൻ എല്ലാം എനിക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈലും ഒരു പ്രത്യേക രീതിയിൽ, ഈ മാലയും ഈ ബ്ലൗസും ഈ യെല്ലോ ബ്ലൗസും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ലുക്കായി അല്ലേ. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു ഓണത്തിൻ്റെ ഒരു ഇത് വന്നത്. എനിക്ക് ഈ ഡ്രസ്സ് ഇപ്പോൾ ഈ സെറ്റും കൊണ്ട് ഉടുത്തപ്പോഴാണ് ആ ഓണത്തിൻ്റെ ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റൈലിങ്ങാണ്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഇത് വേണമെങ്കിൽ ലോങ് ബ്ലൗസ് ഇട്ട്, ഇപ്പോൾ ഞാൻ അടിയിൽ സ്കേർട്ടാണല്ലോ ഇട്ടേക്കുന്നത്, അപ്പോൾ ലോങ് ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ഷോളായിട്ട് ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് പെയർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സെറ്റ് മുണ്ട് സ്റ്റൈലിലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു നെക്ലേസ് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഹെയർ സ്റ്റൈൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാനൊരു ബണ്ണൊക്കെ കിട്ടി, ബാക്കിൽ ഫ്ലവറൊക്കെ വെച്ച് അങ്ങനെ ആടിപ്പാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ലുക്ക്, ഫസ്റ്റ് ലുക്ക്. അപ്പോൾ വ്യൂവേഴ്സ്, അപ്പോൾ ഇതാണ് സെക്കൻഡ് ലുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ധാവണി ലുക്കിലാണ്. അപ്പോൾ നമ്മൾ സെറ്റ് മുണ്ടാണ് ആദ്യം കണ്ടത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പച്ച ധാവണി കൊടുത്ത് ഞാൻ നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സുന്ദരിയായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, ഞാൻ സ്വന്തമായിട്ട് പറയില്ല. അപ്പോൾ ഞാനൊരു വേറൊരു സ്റ്റൈലിൽ നേരത്തെ ഒന്ന് മുടി അഴിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒന്ന് മെടഞ്ഞിട്ട് അപ്പോൾ മുടിയൊക്കെ ഒന്ന് ലൂസാക്കി ഒന്ന് പഫി ആക്കിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഓരോന്നാണ്, ഇതിപ്പോൾ സെക്കൻഡ് ലുക്കാണ് കാണുന്നത്. ആദ്യം സെറ്റ് മുണ്ട് ലുക്കായിരുന്നു. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ധാവണി, അപ്പം ഞാനിത് ഫുൾ കാണിച്ചു തരാം, ഫുൾ വ്യൂ കാണിച്ചു തരാം. ധാവണി എന്ന് പറയാൻ പറ്റില്ല, ഒരു സെറ്റ് മുണ്ട് സ്റ്റൈലിൽ ധാവണി ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. ധാവണി മോഡലിൽ നമുക്ക് ഉടുക്കാൻ പറ്റുന്നതാണ്, ഒരു വെറൈറ്റി മോഡലാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ധാവണിയല്ല. അപ്പം ഞാനിത് മേടിച്ചത് മൂൺ ഗുഡ്നസ് എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ കളക്ഷൻ എല്ലാം അടിപൊളിയാണ്. ഇപ്പം ഇതായാലും എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ചിട്ടിപ്പോൾ 1 ഇയർ കഴിഞ്ഞു, 1.5 ഇയർ ആയി. പക്ഷെ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല പ്രൊഡക്റ്റാണ്, നല്ല സ്റ്റിച്ചിങ് ആണ്. പക്ഷെ ഇവരുടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട്, അപ്പോൾ എനിക്ക് എൻ്റെ ഓൾറെഡി ബ്ലൗസ് ഇഷ്ടം പോലെ, ഇപ്പോൾ ഈ ബ്ലൗസ് ഉൾപ്പെടെ ഇഷ്ടം പോലെ എനിക്ക് പച്ച ബ്ലൗസുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, മെറൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഉടുക്കാമെന്ന് വെച്ചിട്ട് ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഓർഡർ ചെയ്ത് മാരേജും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അവർ അങ്ങ് പുറത്ത് എബ്രോഡും പോയി, എല്ലാം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ബുക്ക് ചെയ്തൊരു 7-8 months 9 months കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് മാരേജ് ഫംഗ്ഷൻ ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ അന്നത്തേക്ക് ഞാൻ വേറെ ഡ്രസ്സ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ധാവണി ബുക്ക് ചെയ്തത്. അപ്പോൾ അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കുറേ പേര് ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഡെലിവറി കുറച്ച് ഫാസ്റ്റ് ആക്കുക. അപ്പം ഞാനിവിടെ ദക്ഷ കളക്ഷൻസ് പ്രൊഡക്റ്റ് എല്ലാം 2 ദിവസം 3 ദിവസത്തിനകമാണ് എല്ലാവർക്കും അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ 2 ദിവസം 3 ദിവസം പറ്റില്ല, ഒരു 1 വീക്കിനുള്ളിലെങ്കിലും എത്തിക്കാൻ നോക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയായിരിക്കും ബുക്ക് ചെയ്യുന്നത്. അപ്പം അതാണ് എനിക്ക് മൂൺ ഗുഡ്നസിനോട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ മൂൺ ഗുഡ്നസിനെ വാങ്ങിച്ചാണ്. നല്ല പ്രൊഡക്റ്റാണ്, നല്ല ഭംഗിയാണ്, ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയതാണ്. അപ്പം അടുത്ത ഓണത്തിന് വേണമെങ്കിൽ ഈ ഓണത്തിന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടി വരും അവരുടെ സൈറ്റിൽ നിന്ന്. അങ്ങനെയാണ് ഞാനിത്, എനിക്കതൊരു ഭയങ്കര ഡ്രോബാക്ക് ഫീൽ. ഞാൻ അതിനുശേഷം അവിടെ നിന്ന് ആ പേജിൽ ഞാൻ മേടിച്ചിട്ടില്ല. കാരണം ഈ ഡെലിവറി ചെയ്യാൻ ലേറ്റ് ആവുന്നതാണ് മെയിൻ കാരണം. അല്ലാതെ ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല ക്ലോത്താണ്, നല്ല ഡിസൈനാണ്. അവരുടെ എല്ലാ ഡിസൈൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മൂൺ ഗുഡ്നസിൻ്റെ ആണ്. അപ്പോൾ ഇത് ബ്ലൗസ് വന്നിട്ട് ഞാൻ സെപ്പറേറ്റ്, എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റിന് ഒരു സാരി ഞാൻ ഉടുത്തായിരുന്നു. അപ്പോൾ ആ സാരിക്ക് ഉപയോഗിച്ച ബ്ലൗസാണിത്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ട് ഞാൻ ചെയ്തതാണ്. ഹൈനെക്കായിട്ട് ഇങ്ങനൊരു സ്ക്വയർ നെക്ക് പാറ്റേൺ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബീഡ്സ് വർക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനത് ഇതിന് മാച്ചിങ് ആയിട്ട്, ഹാഫ് സാരിക്ക് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റി. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫുൾ വ്യൂ കണ്ടാലോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് സെക്കൻഡ് ലുക്ക്, ധാവണി ലുക്കാണ്. കണ്ടില്ലേ, പച്ച കളർ ധാവണിയിൽ ഒരു ഹൈനെക്ക് ബ്ലൗസ് വന്നിട്ട് ഒരു പച്ച ജിമിക്കും കൂടെ വന്ന് എല്ലാം ഒരു പച്ചമയം ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ബാക്കിൽ പൂക്കളമുണ്ട്. അപ്പം എല്ലാം ബാക്കിൽ മൊത്തത്തിൽ പച്ചയാണ്. അപ്പോൾ പച്ചയായിട്ട് തന്നെ നല്ല അടിച്ച് പൊളിച്ച് എനിക്ക് ഇതൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സെറ്റ് മുണ്ട് കൊടുത്തത് ഒരു ഭംഗിയുണ്ട്, എന്നാലും കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഹാഫ് സാരി.
നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് മൂൺ ഗുഡ്നസ് പേജിൽ നിന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് വന്നപ്പോൾ ഇത് ഒത്തിരി ലേറ്റായിപ്പോയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഒരു ഫങ്ഷൻ ഇടാൻ പറ്റിയില്ല. എനിക്ക് ഫങ്ഷൻ മിസ്സായി ഇടാനായിട്ട്. പക്ഷേ എന്നാലും അടിപൊളിയാണ്, സംഭവം കിടുവാണ്. ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അമ്മേനോട് വേറെ കളേഴ്സൊക്കെ നമുക്ക് ബുക്ക് ചെയ്താലോ. പിന്നെ ഞാൻ വെച്ചത് ഇത്രയും ഡിലേ ആവുകയാണ്. അപ്പോൾ ഇത് തന്നെ എനിക്ക് കിട്ടിയത് 7 മന്ത് 8 മന്ത് എടുത്തു. അപ്പോൾ ഇനി വേണ്ട. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആ പേജിൽ നിന്ന് അങ്ങനെ ബുക്ക് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ താങ്ക് യു മൂൺ ഗുഡ്നസ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വ്യൂവേഴ്സ്, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ധാവണിയാണ്, ഒരു നെറ്റിൽ. ശരിക്കും പറഞ്ഞത് ലെഹങ്കയാണ് കേട്ടോ. ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് തന്നെ ഒരു 5-6 കൊല്ലമായി. പക്ഷേ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വെൽവെറ്റാണ്. ഇതിൻ്റെ ബോർഡർ വെൽവെറ്റ് കസവാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് വന്നിട്ട് നമ്മുടെ വി സ്റ്റാറിൻ്റെ ബനിയൻ ബ്ലൗസാണ് കേട്ടോ. ബനിയൻ മോഡലാണ്. നമുക്ക് തോന്നും ക്ലോത്താണ്. ഇത് ബനിയൻ മോഡലാണ്. എത്ര വണ്ണമുള്ളവർക്ക് ഇടാം. സ്ട്രെച്ചബിൾ ആണ്. പക്ഷേ എനിക്ക് സ്ട്രെച്ചബിൾ ആണ് പേഴ്സണലി എനിക്ക് താല്പര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ണം കുറച്ച് തോന്നിക്കും. നല്ല ഒതുങ്ങിയ പോലെ ഫീൽ ചെയ്യും. എനിക്ക് ചില കോട്ടൺ ബ്ലൗസൊക്കെ ഇടുമ്പോൾ ഭയങ്കര കൈയൊക്കെ ഭയങ്കര വണ്ണം പോലെ തോന്നും. ഭയങ്കര ആം ഫാറ്റ്. എനിക്ക് പൊതുവേ കുറച്ച് ആം ഫാറ്റ് ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ആം ഫാറ്റ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള എക്സസൈസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടുന്നോ അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിൽ നിന്ന് വണ്ണം ഉണ്ടായിരുന്നു കൈയൊക്കെ. അപ്പോൾ അതിപ്പോൾ കുറച്ച് ഇത്ര എത്തിച്ച് ഇനിയും കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ടോപ്പിക്ക് മാറിപ്പോയി. അപ്പോൾ ഡ്രസ്സ് ധാവണിയാണ്. ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ്. നേരത്തെ ഗ്രീനാണ് കണ്ടത്, ഇത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ്. ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതാ ഇങ്ങനെ പിഞ്ച് ചെയ്ത് ഒരു സൈഡ് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നെക്ക് പീസ് ഇട്ടിട്ടുണ്ട്. ഈ നെക്ക് പീസ് വന്നിട്ട് ഞാൻ ഓൺലൈനല്ല, ഇത് ഞാൻ മൈസൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. പുറത്ത് മൈസൂർ ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഭയങ്കര ഇഷ്ടം തോന്നി, അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി ഇത് കമ്മൽ വന്നിട്ട് ഓൺലൈനാണ്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ പെയർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടൽ ഔട്ട്ലുക്ക് നമുക്ക് കണ്ടാലോ ഗൈസ്? അപ്പോൾ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം എനിക്ക് ഏത് ലുക്കാണ് ചേരുന്നത്, ഏത് ഹെയർ സ്റ്റൈലാണ് ചേരുന്നത്. എല്ലാ ലുക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെയും പറയണം. ഓക്കെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നെഗറ്റീവ് പോസിറ്റീവ് നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഓണത്തിന് എങ്ങനെയൊക്കെ പോകാം എന്നുള്ള ഐഡിയാസാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ധാവണി ലുക്ക് തന്നെ പല രീതി. ഇത് ലെഹങ്കയാണ്. ലെഹങ്കേനെ ഞാൻ ധാവണി ലുക്ക് ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ലുക്ക്. റോയൽ ബ്ലൂ ബ്ലൗസിൽ ഒരു വൈറ്റ് ധാവണി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നൊരു പ്രത്യേക ലുക്കാണ് നമ്മൾ ഉടുത്താലും. പിന്നെ എന്താ പറയുക, ഹെയർ സ്റ്റൈൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അത് ബനിയൻ ബ്ലൗസാണ് ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ അതിൽ ഞാൻ കാശ് കൊണ്ട് ബീഡ്സ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ആ ബ്ലൗസിൽ പ്ലെയിൻ ബനിയൻ ബ്ലൗസാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വർക്കും കൂടെ ചെയ്തപ്പോൾ ഇതിന് കുറച്ചും കൂടെ മാച്ചിങ് ആയി ഈ ധാവണിക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെയും സ്റ്റൈൽ ചെയ്ത് നമുക്ക് അമ്പലത്തിലും നമുക്ക് ഓണ ഫംഗ്ഷനും ഓണ സെലിബ്രേഷനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലും എല്ലാം എങ്ങനെയുണ്ട്, ഈ നെക്ലേസ് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എല്ലാം കൊണ്ടും എനിക്കിത് ഫുൾ വ്യൂ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലതാണ്. നമുക്ക് ഭയങ്കര ഈ ബ്ലൗസും എല്ലാം കൊണ്ട് നല്ല ലുക്കായിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സൗണ്ട് അത് റെക്കോർഡായില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. ഡ്രസ്സിൻ്റെ ആ ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഡാർക്ക് പേർപ്പിൾ ഡ്രസ്സാണ്. ഇതും ഞാൻ മീഷോ മാമൻ്റെ നിന്ന് മേടിച്ചതാണ്. അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. 290 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഓണം ലുക്ക് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കളക്ഷൻസ് ഒക്കെ നല്ല ടിപ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ബ്യൂട്ടി ടിപ്സ്, ഷോപ്പ് റിവ്യൂ, അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ റിവ്യൂ, അപ്പോൾ ഓൺലൈൻ വാങ്ങിച്ച പർച്ചേസിൻ്റെ റിവ്യൂ, പിന്നെ ഫേസ് പാക്ക്, അങ്ങനെയുള്ള കാര്യം, ഹെയർ സ്റ്റൈൽസ്, ലുക്ക്, മേക്കപ്പ്, അങ്ങനെ പല സംഭവങ്ങൾ ടോപ്പിക്കുകൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. കളക്ഷൻസ് മാത്രമല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റിലിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടത്? ഈ ലാസ്റ്റ് കാണിച്ച കുർത്തിയാണെങ്കിലും ധാവണിയാണെങ്കിലും സെറ്റുമുണ്ടാണെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും. ഇപ്പോൾ സിമ്പിളായിട്ട് അമ്പലത്തിലൊക്കെ പോകണമെന്നുള്ളവർക്ക് ഇങ്ങനെ കുർത്തി ഇട്ട് പോവാം അല്ലേ? എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു പഫിൻ്റെ സ്ലീവ് കുർത്തിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാനും നല്ല ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ അല്ലാണ്ട് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ഓഫീസിലെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ സെറ്റുമുണ്ട്, ധാവണി, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കിടുക്കാച്ചി കളക്ഷനായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. ബൈ ബൈ.